കൈരളി ന്യൂസ് വലിയൊരു വാർത്ത ഇപ്പോൾ പുറത്തുവിടുന്നു. 2019 ദേവസ്വം ബോർഡ് തീരുമാനം ബോർഡ് സെക്രട്ടറി ജയശ്രീ തിരുത്തിയ ഉത്തരവ് കൈരളി ന്യൂസിന്. ദേവസ്വം ബോർഡ് തീരുമാനത്തിന്റെ പകർപ്പും കൈരളി ന്യൂസ് ലഭിച്ചു. ബോർഡ് എടുത്ത തീരുമാനത്തിൽ ഉണ്ണികൃഷ്ണൻ സ്വർണ്ണപ്പാളി പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണമെന്ന് പറയുന്നില്ല. ഇത് തിരുത്തിയാണ് ജയശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൈമാറണമെന്ന ഉത്തരവിട്ടത്. വിവരങ്ങളുമായി ഷീജ ചേരുക. ഷീജ, ശബരിമലയിൽ നടന്നത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വലിയ തട്ടിപ്പാണ്, കവർച്ചയാണെന്ന് വ്യക്തമാകുന്നതാണ് ഈ ഉത്തരവുകൾ. ദേവസ്വം ബോർഡ് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തു വിടരുതെന്ന് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനമാണ് നമ്മൾ ഈ സ്ക്രീനിൽ ഒരു വശത്ത് കാണിക്കുന്നത്. ആ ഉത്തരവ് തിരുത്തി അന്നത്തെ ദേവസ്വം സെക്രട്ടറി ജയശ്രീ നൽകിയ മറ്റൊരു നോട്ടുമാണ് കാണുന്നത്. വളരെ കൃത്യമാണ്. ആ ഗൂഢാലോചന, ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ആ കൊള്ള, ആ കവർച്ചയാണ് ഈ ഉത്തരവിലൂടെ, ജയശ്രീയുടെ തിരുത്തിലൂടെ വ്യക്തമാകുന്നത്. എന്താണ് വിവരങ്ങൾ? ദേവസ്വം ബോർഡിന്റെ ഉത്തരവും തീരുമാനവും അതോടൊപ്പം തന്നെ തിരുത്തിയ ജയശ്രീയുടെ ഉത്തരവിന്റെ പകർപ്പിനെ കുറിച്ചും. തീർച്ചയായും സിജു, ഏതായാലും ഏറ്റവും ഗുരുതരമായിട്ടുള്ള ക്രമക്കേട് എവിടെയാണ് നടന്നിട്ടുള്ളത് എന്നതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്ന 2 രേഖകൾ. അതിൽ ഒന്നെന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനമാണ്. അത് 2019 ഈ ദ്വാരപാലക ശില്പങ്ങൾ നവീകരണത്തിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണം എന്നുള്ളത് ആ ബോർഡ് തീരുമാനത്തിൽ എവിടെയും പറയുന്നില്ല എന്നുള്ളത് ആ ബോർഡ് തീരുമാനം കൃത്യമായ രീതിയിൽ വായിച്ചാൽ തന്നെ മനസ്സിലാകും. ആ ഉത്തരവാണ് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് ഈ ജയശ്രീ, അന്നത്തെ ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ തിരുത്തി ആ തീരുമാനത്തിൽ തിരുത്തൽ വരുത്തി ഇറക്കിയ ഉത്തരവ്. ആ ഉത്തരവിന്റെ പകർപ്പും കൈരളി ന്യൂസ് പുറത്തുവിടുന്നു. ആ ഉത്തരവിൽ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നൽകണം എന്നുള്ള കാര്യം. പക്ഷേ ഈ ബോർഡ് തീരുമാനത്തിൽ കൃത്യമായ രീതിയിൽ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അതായത് ഈ നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ചെലവും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഉണ്ട്. പക്ഷേ ഈ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരുപക്ഷെ ഒരു സംശയം ഉണ്ടാകാം. എന്തുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ സ്പോൺസർ എന്നുള്ള അർത്ഥത്തിൽ അന്ന് അവിടെ ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നു. സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് പറയുന്നത് ഇത്തരത്തിൽ ഈ സ്വർണം പൂശുന്നതിന് അതിൻ്റെ ചെലവ് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തിടണമെന്നൊരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിട്ടില്ല. സ്പോൺസർ എന്ന രീതിയിൽ സമീപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഉത്തരവിട്ടു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടണമെന്ന് ഉത്തരവിടുമ്പോൾ ജയശ്രീക്ക് പിന്നിലാര്? അങ്ങനെ ഉത്തരവിട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായും സിജു, അത് തന്നെയാണ് വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നത്. ഈ ബോർഡിന്റെ തീരുമാനത്തിൽ ഉണ്ടായത് എന്താണ് എന്നുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിൽ പറയുന്നത് ദേവസ്വം കമ്മീഷണറുടെ ശുപാർശ പ്രകാരം ശബരിമല ശ്രീകോവിലിന്റെ കതകിന് ഇരുവശത്തുമുള്ള സ്വർണ്ണ ദ്വാരപാലകരെ പൊതിഞ്ഞുള്ള തകിടുകൾ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുന്നതിനും സ്വർണം പൂശുന്നതിനും കൂടാതെ ശ്രീകോവിലിന്റെ തെക്ക് വടക്ക് മൂലയിൽ പൊതിഞ്ഞിട്ടുള്ള തകിടുകളിൽ അറ്റകുറ്റപ്പണിക്ക് പൂർത്തിയാക്കുന്നതിന്, ഇത് രണ്ടുമാണ് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊടുത്തുവിടുന്നത്. സ്വർണം പൂശുന്നതിനും ഉൾപ്പെടെയുള്ള ജോലികൾക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് ബാംഗ്ലൂരുള്ള ഭക്തന് അതിന്റെ പൂർണ്ണ ചെലവും ഉത്തരവാദിത്വവും ശാസ്ത്രീയ വിധി പ്രകാരം ഒപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കുന്നതിന് അനുവാദം നൽകുന്നു. ഇതാണ് ബോർഡിന്റെ തീരുമാനം എന്ന് പറയുന്നത്. പക്ഷേ ഈ ബോർഡിന്റെ തീരുമാനം അത് ഉത്തരവാക്കി അത് ഇറക്കേണ്ടത് ദേവസ്വം സെക്രട്ടറിയാണ്, ബോർഡിന്റെ സെക്രട്ടറിയാണ്. ആ ബോർഡിന്റെ സെക്രട്ടറി ആ ഉത്തരവിറക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഇത് നവീകരണത്തിന് വേണ്ടി സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിനും എന്നുള്ളൊരു വാക്ക് അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. അതിൽ ആ കൈമാറുന്നതിന് എന്നുള്ള വാക്ക് പക്ഷേ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിലില്ല. പക്ഷേ ദേവസ്വം സെക്രട്ടറി ആ ഉത്തരവിറക്കുമ്പോൾ അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് എന്നുള്ളൊരു അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ഏറ്റവും വലിയ കള്ളക്കളി നടന്നിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ചും മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ശബരിമലയിൽ വെച്ച് തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളും മറ്റ് വാതിൽപ്പടിയുടെ കട്ടളത്തടിയും അത് നവീകരണത്തിന് വേണ്ടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത്, അതിൽ ഏറ്റവും പ്രാഥമികമായി വരുത്തിയിട്ടുള്ള തെറ്റ് അത് ദേവസ്വം സെക്രട്ടറി തന്നെയാണ്, ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി തന്നെയാണ്. ബോർഡ് സെക്രട്ടറി ഇത്തരത്തിൽ തിരുത്തിയ ഒരു ഉത്തരവിറക്കിയതിലൂടെയാണ് ഈ നടപടികളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ഈ നിർണായകമായിട്ടുള്ള ഉത്തരവ് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയുന്നത്. പലരും ദേവസ്വം ബോർഡിനെ ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ദേവസ്വം ബോർഡ് പക്ഷേ കൃത്യമായ രീതിയിൽ തീരുമാനമെടുത്തിരുന്നു. ബോർഡ് സെക്രട്ടറി അത് തിരുത്തിയതാണ്, ബോർഡിന്റെ തീരുമാനത്തെ തിരുത്തി
ഇറക്കിയ ഉത്തരവാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഒരു ഈ തട്ടിപ്പ് നടക്കുന്നതിനുള്ള തുടക്കം അവിടെ നിന്നാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു നടപടികൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളി ചെമ്പാണ് എന്നുള്ള റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ തയ്യാറാക്കി നൽകുന്നു. അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം മറ്റും രേഖപ്പെടുത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾ ഇവിടെ ശബരിമലയിൽ നിന്നും ഈ ദ്വാരപാലകരെ സ്വർണ്ണപ്പാളി സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്നു. മറ്റു നടപടികളെല്ലാം അതിന്റെ പിന്നാലെ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ തിരുത്തിയ ഉത്തരവ് തന്നെയാണ്. ആ ഉത്തരവ് ഇറക്കിയതാകട്ടെ ജയശ്രീ എന്ന് പറയുന്ന ബോർഡ് സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ജയശ്രീക്ക് ഇതിലുള്ള പങ്ക് നമുക്ക് കാണാതെ പോകാൻ സാധിക്കില്ല. അത്രത്തോളം വലിയ പങ്ക് ജയശ്രീക്ക് ഇതിൽ ഉണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ബോർഡ് തീരുമാനമെടുത്തത് ഈ സ്വർണ്ണപ്പാളികളിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്തണം, അത് സ്പോൺസറായ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്തത്തിലാകണം, ചെലവിലാകണം. പക്ഷേ അവിടെ ഈ ജയശ്രീ എഴുതി ചേർത്തത് ഈ കൈമാറ്റം ചെയ്യുന്നു, കൈമാറുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നു എന്നാണ്. കൈമാറാൻ ഉത്തരവാദിത്വം തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിട്ടില്ല. അങ്ങനെ തീരുമാനം എടുത്തത് എന്തിന് ജയശ്രീ? അതേസമയം തന്നെ മറ്റൊരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നത്, ഇതിൽ ഒപ്പിട്ട ആളുകൾ കൂടിയുണ്ട്. അന്ന് ഒപ്പിട്ട ഈ ദേവസ്വത്തിൻ്റെ തിരുവാഭരണം കമ്മീഷൻ അടക്കമുള്ളവർ, ഒരുപക്ഷെ ആ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഈ 10 പേരും, ഈ പേര് ഉൾപ്പെടുന്നവരെല്ലാം ജയശ്രീ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ്. ഇങ്ങനെ ജയശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണം എന്ന് തന്നെ ഉത്തരവിടുന്നതിലാണ് ദുരൂഹത വന്നിരിക്കുന്നത്. അതിൽ ഈ പറയുന്നത് പോലെ, നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ, ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതുപോലെ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന വലിയൊരു ഗൂഢാലോചന, ഇതിലൂടെ വലിയൊരു തട്ടിപ്പ്, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ കൊണ്ടുപോകണമെന്ന് പറയുന്നതിലെ ദുരൂഹതയുണ്ട്, ഗൂഢാലോചനയുണ്ട്. അതിലാരൊക്കെ പെട്ടു എന്നുള്ളതിലാണ് ഇനി മറുപടി പറയേണ്ടത്, ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. തീർച്ചയായും സിജു, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം ഏറ്റവും വലിയ ഒരു തിരിമറി നടന്നിരിക്കുന്നത് ഇവിടെ തന്നെയാണ്, ഈ ഉത്തരവിൽ തന്നെയാണ്. കാരണം ദേവസ്വം ബോർഡ് അറിയാതെ ദേവസ്വം ബോർഡ് തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം ഉത്തരവായി ഇറങ്ങുന്നു. കാരണം ബോർഡ് തീരുമാനം എടുത്തതിനു ശേഷം സ്വാഭാവികമായും സെക്രട്ടറിയെ തന്നെയാണ് അതിന്റെ ഉത്തരവിറക്കാൻ ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ ബോർഡ് സെക്രട്ടറി അതിന്റെ നിർണായകമായിട്ടുള്ള ഉത്തരവിറക്കുന്നു. പക്ഷേ ആ ഉത്തരവിറങ്ങുമ്പോൾ അതിൽ എന്തു മാറ്റം വന്നു, തീരുമാനത്തിൽ നിന്ന് എന്തു മാറ്റമാണ് ഉത്തരവിൽ വന്നത് എന്നുള്ളതാണ് ഇവിടെ ഏറെ നിർണായകമാകുന്നത്. അത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നൽകണം എന്നുള്ളൊരു ആ ഒരു ഭാഗമാണ് അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൽ പറയുന്നുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഭക്തനാണ്, ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു ഭക്തനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിന്റെ നവീകരണത്തിന്റെ പൂർണ്ണ ചുമതല, അത് സ്പോൺസർ എന്ന നിലയിലാണ് ആ ചുമതല നൽകുന്നത് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കണം ഈ അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടത് എന്നുള്ള കാര്യവും കൃത്യമായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടുള്ള നടപടികളാണ് പിന്നീടുണ്ടായത്. അതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ബോർഡ് സെക്രട്ടറിയുടെ ഈ തിരുത്തിയ ഉത്തരവ് തന്നെയാണ്. അതായത് ബോർഡ് തീരുമാനത്തെ തിരുത്തിക്കൊണ്ട് ബോർഡ് സെക്രട്ടറി ജയശ്രീ ഇറക്കിയ ഉത്തരവ്. സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നിർണായകമായ നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ഈ 2 തെളിവുകൾ, ഈ രേഖകൾ അടക്കം തന്നെയാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രീതിയിൽ ഉള്ളൊരു പ്രതിപട്ടിക, അതായത് 10 പേരാണ് നിലവിൽ പ്രതിപട്ടികയിലുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി 1ാം പ്രതിയായി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ പങ്കുചേർന്ന ജയശ്രീ ഉൾപ്പെടെയുള്ളവർ പ്രതിപട്ടികയിലേക്ക് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഉദ്യോഗസ്ഥർക്കും ജയശ്രീയുടെ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ബലം നൽകുന്ന ഒരു ഉത്തരവ് തന്നെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നടപടികൾ, അവരും സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് ചെമ്പുപാളിയാണ് എന്നുള്ള റിപ്പോർട്ട് നൽകുന്നതിനും അവർക്കും സഹായകരമായത് സെക്രട്ടറിയുടെ ഈ ഒരു നിലപാട് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്.